ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിന്യൂസ് ഫാമിലി ലൈഫ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ഹെൽത്തി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റാഗിയട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. റാഗിയിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. കാൽഷ്യം, അയൺ റിച്ചും ഒക്കെയാണ് കേട്ടോ റാഗിയിൽ. ഇത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കുറുക്ക് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ഫില്ലിങ്ങും അതിൻ്റെ മധുരം ടേസ്റ്റും കൊണ്ടൊക്കെ കുട്ടികളെല്ലാവരും കഴിക്കും കേട്ടോ. 2 കപ്പ് റാഗിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിന് കൃത്യ അളവൊന്നുമില്ല കേട്ടോ. ഓരോ റാഗിൻ്റെ പൊടി അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ പൊടി വറുത്ത പൊടിയാണ് കേട്ടോ. 2 കപ്പ് എടുത്തിട്ടുള്ളത് റാഗി ഒന്ന് വറുത്തിട്ട് എടുത്തിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് കറക്റ്റ് വെള്ളത്തിന് അളവൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ള വെള്ളത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഇതവിടെ നല്ല സോഫ്റ്റിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 അച്ച് വെല്ലം ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടെ ബെല്ലം ഇവിടെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് കല്ലൊന്നും ഇല്ലാത്ത ഒരു ബെല്ലാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ മുന്നേ ഉണ്ടാക്കിയപ്പോൾ കല്ലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ബെല്ലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കല്ല് കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് ഫില്ലിങ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ 1 കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ വെല്ലത്തിൽ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ലൂസ് ഉണ്ടാവും. കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് ഇതിലുള്ള ആ ഒരു വെല്ലമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറുള്ളത്. ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഇനി ഇതിലത്തെ ആ ഒരു വെല്ലം ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഇതവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേണം കേട്ടോ ഫില്ലിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓവർ ഡ്രൈ ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല കേട്ടോ. ഈ ഒരു ലെവലിൽ വേണം ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അതിനായിട്ടൊരു വാഴൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ റാഗീൻ്റെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ മിക്സില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുത്താൽ മതി. പിന്നെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. മാക്സിമം നമുക്ക് കൈവച്ചിട്ട് എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അതുപോലെ തിന്നാക്കാം കേട്ടോ. ഒരുപാട് കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ മാവിൻ്റെ കട്ട കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കൈവച്ചിട്ട് എത്രത്തോളം തിന്നാക്കി എടുക്കാൻ പറ്റുമോ അതുപോലെ തിന്നാക്കിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ അതൊരു സൈഡിലേക്കാക്കിയിട്ട് വേണം കേട്ടോ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സെൻറ്ററിലല്ല, ഒരു സൈഡിലാക്കിയിട്ട് വേണം വെച്ചെടുക്കാൻ. പിന്നെ ഫില്ലിംഗ് ഒക്കെ എത്രത്തോളം വെക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ ഫില്ലിംഗ് വെക്കുമ്പോഴാണ് അതിന് ആ ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ. എന്നിട്ട് ഫില്ലിങ് വെച്ചിട്ട് വാഴൻ്റെ ഇലനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിൻ്റെ മുന്നായിട്ട് ബാക്കിയുള്ള എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് നിറച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ അങ്ങനെ എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. പിന്നെ വാഴൻ്റെ ഇല സൈഡ് മാവാക്കിയ ശേഷം സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ അട അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു 20 മിനിറ്റ് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി.
20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാം. അപ്പോൾ നമ്മുടെ റാഗി അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണല്ലോ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇലട ഉണ്ടാക്കിയെടുക്കാം. ഇലട ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പച്ചരി ഉണക്കി പൊടിച്ച പൊടിയാണ്. നല്ല പൊടി എടുത്താലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലട കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഇതിലേക്ക് ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളത്തിന് കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നോക്കുക കേട്ടോ. വെള്ളം നല്ല ചൂടിലൊഴിക്കുമ്പോൾ ആദ്യം ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതവിടെ മാവ് നല്ല സോഫ്റ്റിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ്ങും സെയിം ഫില്ലിങ് വേണമെങ്കിൽ ഇതിലേക്ക് യൂസ് ആക്കാം. പക്ഷേ ഇതിലേക്ക് ഇപ്പം ഞാൻ വേറൊരു ടൈപ്പ് ഫില്ലിങ്ങാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് രണ്ടും നല്ല ടേസ്റ്റാണ്. ഏത് ഫില്ലിങ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യും അതേപോലെ തന്നെ കിസ്മിസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഇടയിൽ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇഷ്ടമുള്ളവരെന്തായാലും ചേർത്ത് കൊടുത്തോ. കാഷ്യൂം കിസ്മിസും റോസ്റ്റായി വന്നപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങൻ്റെ അളവ് നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ അതിനനുസരിച്ച് കൂടുതലാക്കിയിട്ടും കൂട്ടിയോ കുറച്ചോ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടാവും. ഇനി ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. തേങ്ങൻ്റെ കളറൊന്ന് ചേഞ്ചായി വരണം. ഇപ്പോൾ ഇതാ തേങ്ങൻ്റെ കളറ് ഏകദേശം ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരക്കപ്പിലും 1 ടേബിൾ സ്പൂണ് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ പഞ്ചസാര മെൽട്ടായി വരണം കേട്ടോ. അതായത് ഒന്ന് റോസ്റ്റായിട്ട് പഞ്ചസാര ഒന്ന് മെൽട്ടായി കളറെല്ലാം നല്ലോണം ചേഞ്ചായിട്ട് വരണം. അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 to 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നേരത്തെ ചെയ്ത ആ സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും ഫില്ല് ചെയ്തെടുക്കേണ്ടത്. മാക്സിമം എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അതേപോലെ തിന്നാക്കിയിട്ട് വേണം കേട്ടോ ഇതും പരത്തിയെടുക്കാൻ. ഇത് പരത്തിയെടുക്കുമ്പോൾ വലിയ ഷേപ്പ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മാക്സിമം കൈവച്ചിട്ട് തിന്നാക്കാൻ പറ്റുന്ന പോലെ മാക്സിമം പരത്തിയെടുക്കുക. അല്ലാണ്ട് ഇതിലേക്ക് ഷേപ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ എത്ര ഷേപ്പില്ലെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ കാണാൻ രസം ഉണ്ടാവും കേട്ടോ. പിന്നെ കയ്യിൽ വെള്ളം ആക്കിയിട്ട് നല്ലോണം പരത്തിയെടുക്കുക കേട്ടോ. വെള്ളം ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് നല്ലോണം പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലോണം പരത്തിയെടുത്ത ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു സൈഡിലേക്കാക്കിയിട്ട് പിന്നെ ഫില്ലിങ് ഇതിലേക്ക് നിറയെ വെച്ച് കൊടുക്കണം കേട്ടോ. നിറയെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് വെച്ചെടുത്ത് പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഇലനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനത്തെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഇതും സെയിം അതേപോലെ തന്നെ 20 മിനിറ്റ്സ് വേണം കേട്ടോ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ റാഗിയടിയും അതേപോലെ തന്നെ ഇലടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചിട്ട് മാമ എന്താ പറയണമെന്ന് നോക്കാം. സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ്. അടിപൊളിയായിട്ട് ഞാൻ അതോടെ ടേസ്റ്റ് ചെയ്ത് കേട്ടോ.
മാഷാല്ലാ ഇതും സൂപ്പറായിട്ടുണ്ട്. നല്ല വെറൈറ്റി ടേസ്റ്റ് കണ്ടു. സൂപ്പർ കിടു. നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ. സൂപ്പർ സാധനമാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്